യുഎസും ഇറാനും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിന് താൽക്കാലിക ശമനം. ഇറാൻ ഭൂമുഖത്ത് തന്നെ ഇല്ലാത്ത വിധത്തിൽ തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയ ശേഷമാണ് താൽക്കാലികമായി അക്രമം അവസാനിപ്പിച്ചത്. ഇതിനിടെ ഖത്തറിൽ അക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനുശേഷം അക്രമം നിർത്തിവെച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ കപ്പലുകൾക്ക് സ്വതന്ത്രമായി നീങ്ങാമെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാനെ നേരിട്ട് ഉൾപ്പെടുത്താതെ ഹോർമുസ് തുറക്കാനുള്ള ശ്രമങ്ങളാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ 20% എണ്ണ, ഗ്യാസ് സപ്ലൈ നടത്തുന്നത് ഇതുവഴിയാണ്. അന്താരാഷ്ട്ര പാതയായി കരുതിയിരുന്ന ഹോർമുസിൽ ഫീസ് ഈടാക്കുകയാണ് ഇറാന്റെ പരമോന്നത ലക്ഷ്യം. ഒമാൻ തീരത്തെ സദേൺ ലൈൻ പകരമായി ഉപയോഗിക്കാൻ വഴിയൊരുക്കുകയാണ് യുഎസ് ഉദ്ദേശം. ഇതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. നിലവിലെ സംവിധാനത്തിന് ബദൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗാർച്ചിയുടെ പ്രതികരണം.